ഒരു വീട് വെറുമൊരു വീടായി കണക്കാക്കാനാവില്ല. ആ വീടിനെ കേവലം മുന്നോട്ട് കൊണ്ടുപോകുക മാത്രം ചെയ്യാതെ അതിന് ജീവൻ നൽകുന്ന ഒരു നാഥൻ അവിടെ ഉണ്ടാകുന്നതുവരെ. നാഥൻ തെറ്റുകാരനായാൽ ഒരു വംശം മുഴുവൻ ഇല്ലാതായേക്കാം. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആചാര്യ ചാണക്യൻ പറഞ്ഞത്, ഏതു വീടിന്റെ നാഥനാണോ വിഡ്ഢിയായിട്ടുള്ളത് അവിടെ സമാധാനവും ബഹുമാനവും നിലനിൽക്കില്ല എന്ന്. ഇന്ന് നാം സംസാരിക്കുന്നത് ഓരോ ഗൃഹനാഥനിലും തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട 9 ഗുണങ്ങളെക്കുറിച്ചാണ്. കാരണം ഇവ വെറും ഗുണങ്ങളല്ല, ഒരു വീടിനെ മുഴുവൻ വെളിച്ചവും അച്ചടക്കവും കൊണ്ട് നിറയ്ക്കുന്ന ചാണക്യന്റെ അഗ്നിയാണ്. ചാണക്യനീതി നമ്പർ 1. വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നവനല്ല നാഥൻ. തന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം അവിടെ സമാധാനം സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് നാഥൻ. ആചാര്യ ചാണക്യൻ പറയുന്നു, കുടുംബത്തെ നയിക്കുന്നവന് ക്രോധമല്ല, വിവേകമാണ് വേണ്ടത്. അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടല്ല, പലപ്പോഴും മൗനം പാലിച്ചുകൊണ്ടും നയിക്കുന്നു. ഒരിക്കൽ മഗധ രാജസദസ്സിൽ യുദ്ധഭീതി നിഴലിച്ചപ്പോൾ മന്ത്രിമാരെല്ലാം ഭയന്നു വിറച്ചു. എല്ലാവരും പരസ്പരം പഴിചാരി. എന്നാൽ അപ്പോൾ ചാണക്യൻ എഴുന്നേറ്റു, ശബ്ദമുയർത്തിയില്ല, കൈകൾ ഉയർത്തിയില്ല. വളരെ ശാന്തമായി അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ തീപിടിക്കുമ്പോൾ വെള്ളം കൊണ്ടുവരുന്നവനെയാണ് ആവശ്യം, തീയിലേക്ക് നെയ്യൊഴിക്കുന്നവനെയല്ല. ഇത്രയും പറഞ്ഞപ്പോഴേക്കും രാജസദസ്സ് മുഴുവൻ ശാന്തമായി. ഇന്ന് വീടുകളിൽ നാഥന്മാർ ഉത്തരവുകൾ നൽകുന്നു, എന്നാൽ സ്വയം ഒരു മാതൃകയാകുന്നില്ല. യഥാർത്ഥ നാഥൻ ആദ്യം സ്വയം ശാന്തനാകും, എങ്കിലേ വീടും ശാന്തമാകൂ. അതുകൊണ്ട് സ്വയം ചോദിക്കുക, നിങ്ങളുടെ സാന്നിധ്യം വീട്ടിൽ സമാധാനമാണോ അതോ ഭയമാണോ സൃഷ്ടിക്കുന്നത്? എന്നാൽ സമാധാനം മാത്രം പോരാ, ഗൃഹനാഥനിൽ വളരെ അത്യാവശ്യമായ മറ്റൊരു ഗുണം കൂടിയുണ്ടാകണം. അല്ലെങ്കിൽ ഓരോ ബന്ധവും പതുക്കെ തകരാൻ തുടങ്ങും. ചാണക്യനീതി നമ്പർ 2. സംസാരിക്കാനല്ല, കേൾക്കാനുള്ള കല അറിയുന്നവനാകണം ഗൃഹനാഥൻ. മറ്റുള്ളവരെ കേൾക്കാൻ കഴിയാത്ത നാഥന് ഒരിക്കലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു. ഇന്നത്തെ കാലത്ത് അച്ഛനോ ജ്യേഷ്ഠനോ ഗൃഹനാഥനോ മറ്റുള്ളവരെ കേൾക്കാൻ തന്നെ മറന്നിരിക്കുന്നു. എനിക്കെല്ലാം അറിയാമെന്നാണ് എല്ലാവരുടെയും വിചാരം. എന്നാൽ ചാണക്യന്റെ നീതി പറയുന്നു, നിങ്ങൾ കേൾക്കുമ്പോൾ വെറും വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത്, ആ വ്യക്തിയുടെ ഉള്ളിലെ വേദനയും ചിന്തകളും കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ചന്ദ്രഗുപ്തൻ തന്നെ ചാണക്യനോട് പറഞ്ഞു, അങ്ങ് എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. ചാണക്യൻ മറുപടിയൊന്നും പറഞ്ഞില്ല. 3 ദിവസം അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. 3-ാം ദിവസം അദ്ദേഹം പറഞ്ഞു, മൗനത്തിൽ പോലും ആശയവിനിമയം കണ്ടെത്താൻ കഴിയുന്നവനാണ് നേതാവ്. കുട്ടികളുടെയോ ഭാര്യയുടെയോ പ്രായമായവരുടെയും മൗനം മനസ്സിലാക്കാൻ കഴിയാത്ത ഗൃഹനാഥൻ വെറുമൊരു കമാൻഡർ മാത്രമാണ്, നേതാവല്ല. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അതോ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതോ? എന്നാൽ കേൾക്കുന്നത് മാത്രം പോരാ, വീട്ടിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന മറ്റൊരു ചാണക്യതന്ത്രം കൂടി നാഥനിൽ ഉണ്ടായിരിക്കണം. ചാണക്യനീതി നമ്പർ 3. നാഥന് ക്ഷമിക്കാൻ അറിയണം, എന്നാൽ വിഡ്ഢിത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. ആചാര്യ ചാണക്യൻ ഈ നീതി പ്രത്യേകം കുടുംബത്തിനു വേണ്ടിയാണ് എഴുതിയത്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വലിയൊരു തെറ്റ് ചെയ്തു. ചാണക്യൻ അവനെ ശിക്ഷിച്ചതുമില്ല, ഉടനെ ക്ഷമിച്ചതുമില്ല. അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു, സ്വയം നന്നാകാൻ ആഗ്രഹിക്കുന്നവനോട് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ. ഇന്ന് വീടുകളിൽ നാഥൻ ഒന്നുകിൽ എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നു, അങ്ങനെ വീട് നശിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ തെറ്റുകൾക്കും ആളുകൾ ഭയപ്പെടുന്ന രീതിയിൽ കഠിനമായി ശിക്ഷിക്കുന്നു. സന്തുലിതാവസ്ഥ ഇല്ലാത്തതാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ പരീക്ഷണം. ക്ഷമിക്കുന്നത് ഒരു ബലഹീനതയല്ല, എന്നാൽ എപ്പോഴും കണ്ണടച്ചു കൊടുക്കുന്നത് വിഡ്ഢിത്തമാണ്. എന്നാൽ ഈ 3 ഗുണങ്ങൾക്ക് ശേഷം വരുന്ന അടുത്ത ഗുണം വീടിന് മുഴുവൻ ദിശ നൽകുന്നു. ഒരു ഗൃഹനാഥന്റെ ചിന്തകൾ എങ്ങനെയാണ് ഒരു വംശത്തിന്റെ മുഴുവൻ ഭാവി തീരുമാനിക്കുന്നതെന്നും തീരുമാനങ്ങൾ എടുക്കാൻ ഗൃഹനാഥൻ ഭയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും ഇനി നിങ്ങൾക്കറിയാം. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക, എപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കാൻ മാത്രം ശ്രമിക്കുകയും സ്വയം മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഗൃഹനാഥനുള്ള വീട്ടിൽ യഥാർത്ഥ വികസനം ഉണ്ടാകില്ല. കേവലം ഉത്തരവുകൾ നൽകുന്നവനല്ല നല്ലൊരു രാജാവ്, മറിച്ച് ആദ്യം സ്വന്തം മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നവനാണ്. ചാണക്യനീതി നമ്പർ 4. സ്വന്തം വീട്ടിൽ ആദ്യം സ്വയം മാറാൻ തുടങ്ങുന്നവനാണ് ആ വീടിന്റെ യഥാർത്ഥ നേതാവ്. ഒരിക്കൽ വിഷമവാനായ ഒരു ഗൃഹസ്ഥൻ ചാണക്യനെ കാണാൻ വന്നു. അവന്റെ മുഖത്ത് ചിന്താകുലതയുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ആചാര്യ, എന്റെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു. എന്റെ ഭാര്യയും എന്നെ അനുസരിക്കുന്നില്ല. വീട്ടിൽ സമാധാനമില്ല. ചാണക്യൻ അവന്റെ വാക്കുകൾ കേട്ടിട്ട് ഒരു വാചകം മാത്രം പറഞ്ഞു. ഒരു ഗൃഹനാഥൻ വെറുതെ അധികാരം പ്രകടിപ്പിക്കുകയും എന്നാൽ സ്വയം ഒരു മാതൃകയാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വീടിന്റെ തകർച്ച തുടങ്ങുന്നത്. അന്ന് ആ മനുഷ്യനൊന്നും പറഞ്ഞില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും വന്നപ്പോൾ അവന്റെ മുഖത്ത് ശാന്തതയുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ആചാര്യ, ഞാൻ അങ്ങയുടെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തി. ഞാൻ ആദ്യം അവരെ കേൾക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്റെ കുട്ടികൾ എന്നെ അനുസരിക്കുന്നു. ഞാൻ ഭാര്യയുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കാതെ അവൾക്ക് തുണയാകുന്നതുകൊണ്ട് അവൾ ഇപ്പോൾ എന്നോട് തുറന്നു സംസാരിക്കുന്നു. ഇതാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ നിർവചനം. ഭയപ്പെടുത്തുന്നവനല്ല നേതാവ്, നേർവഴി കാണിക്കുന്നവനാണ് നേതാവ്. വീട് നയിക്കപ്പെടേണ്ടത് ശക്തി കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. ചാണക്യനീതി നമ്പർ 5.
കോപത്തിലും ക്ഷമ കൈവിടാത്തവൻ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ക്രോധമാകുന്ന കൊടുങ്കാറ്റിൽ ഒരു ഗൃഹനാഥൻ ഒരിക്കലും തന്റെ വള്ളം മുക്കാൻ പാടില്ല. അവന്റെ മൗനത്തിനും അർത്ഥമുണ്ടാകണം, എന്നാൽ സത്യത്തിൽ അധിഷ്ഠിതമായി. അവന്റെ ശബ്ദം ഉയരേണ്ടതുണ്ട്, എന്നാൽ അത് പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ടാകണം. പലപ്പോഴും കുടുംബാംഗങ്ങൾ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തേക്കാം. ആ നിമിഷം ഗൃഹനാഥനും സംയമനം കൈവിട്ടാൽ അത് എരിയുന്ന തീയിൽ നെയ്യൊഴിക്കുന്നതിന് തുല്യമാണ്. തീയണയ്ക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്, അതിലേക്ക് എടുത്തു ചാടുന്നവനല്ല. ഇത്രയുമൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഓർക്കുക, ഓരോ മനുഷ്യനിലും ഒരു ചാണക്യൻ ഒളിഞ്ഞിരിപ്പുണ്ട്. മറ്റുള്ളവരോട് ചോദിക്കുന്നതിനു മുൻപ് അവൻ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് ഉണരുന്നത്. നാഥനിലില്ലെങ്കിൽ വീട് പൊള്ളയായി മാറുന്ന, പുറമേ സുന്ദരവും ഉള്ളിൽ ശൂന്യവുമാക്കുന്ന ആ ഗുണമെന്താണെന്ന് ഇനി നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്യുക, കാരണം അടുത്ത നീതി നിങ്ങളുടെ ചിന്തകളെ പിടിച്ചുലയ്ക്കും. എന്നാൽ ഓർക്കുക, വീട് നിർമ്മിച്ചിരിക്കുന്നത് വെറും ഇഷ്ടികയും കല്ലും കൊണ്ടല്ല. അത് നടത്തുന്ന ആളുകളുടെ ഉദ്ദേശ്യവും നയവുമാണ് അതിന്റെ യഥാർത്ഥ രൂപം തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഒരു യഥാർത്ഥ ഗൃഹനാഥനിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ആറാമത്തെ ഗുണത്തെക്കുറിച്ച് സംസാരിക്കാം. ചാണക്യനീതി നമ്പർ 6. വികാരങ്ങളെക്കാൾ ഉപരി വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നവനാകണം ഗൃഹനാഥൻ. വികാരഭരിതനാകുന്നത് ഒരു തെറ്റല്ല, എന്നാൽ ഒരു ഗൃഹനാഥൻ എല്ലാ തീരുമാനങ്ങളും കണ്ണീരിന്റെയും ബന്ധങ്ങളുടെ വികാരങ്ങളുടെയും അടിസ്ഥാനത്തിലെടുത്താൽ ആ വീട് തകരും. തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം വരുമ്പോൾ കണ്ണുകളിൽ കണ്ണീരല്ല, തലച്ചോറിൽ അഗ്നിയാണ് വേണ്ടതെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. കുടുംബത്തിലുള്ള എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അതിനുമപ്പുറം ഏത് തീരുമാനമാണ് ഭാവിയിൽ മുഴുവൻ കുടുംബത്തെയും സുരക്ഷിതവും ശക്തവുമാക്കുക എന്ന് ചിന്തിക്കണം. ഒരു നാഥന് ചിലപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടിവരും. എന്നാൽ നാളെ ആ തീരുമാനം എല്ലാവരെയും രക്ഷിച്ചേക്കാം. ഒരച്ഛൻ തന്റെ കുട്ടിയെ കളിക്കാൻ വിടാതെ തടഞ്ഞു നിർത്തി പഠിപ്പിക്കുന്നതുപോലെ. ആ നിമിഷം കുട്ടിക്ക് ദേഷ്യം തോന്നും, എന്നാൽ ഭാവിയിൽ അതേ കുട്ടി ആ കർക്കശ സ്വഭാവത്തെ അഭിനന്ദിക്കും. ചാണക്യനീതി നമ്പർ 7. ഗൃഹനാഥന്റെ ചിന്തകൾ പരിമിതമാകരുത്, അവന് ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. ഗൃഹനാഥൻ ഇന്നത്തെ കാര്യം മാത്രമല്ല, 10 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. യുദ്ധത്തിനു മുൻപ് ഒരു രാജാവ് രാജ്യത്തിന്റെ ഭാവി ആസൂത്രണം ചെയ്യുന്നതുപോലെ വരും വർഷങ്ങളിൽ വീട്ടിൽ എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു നാഥൻ മുൻകൂട്ടി കാണണം. കുട്ടികളുടെ പഠനം, വിവാഹം, ആരോഗ്യം, വരുമാനമാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് ഇന്നേ തീരുമാനങ്ങൾ എടുക്കണം. ദീർഘവീക്ഷണം എന്നതിനർത്ഥം ഇന്ന് ആ വിത്ത് പാകുക എന്നതാണ്. വരും വർഷങ്ങളിൽ മുഴുവൻ കുടുംബത്തിനും സുരക്ഷയും ബഹുമാനവും നൽകുന്ന വിളവെടുപ്പിനായി. ഇന്നിൽ മാത്രം ജീവിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം അവനൊരിക്കലും നയിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു. ഇവിടെ ഒരു ചോദ്യമുയരുന്നു: എല്ലാ മനുഷ്യർക്കും ഇത്തരത്തിൽ ദീർഘദർശിയാകാൻ കഴിയുമോ? അതെ എന്നാണ് ഉത്തരം. അവൻ കണ്ണടച്ച് ജീവിക്കാതെ അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും ജീവിക്കാൻ തുടങ്ങിയാൽ. മുതിർന്നവരിൽ നിന്ന് പഠിക്കുക, ഓരോ തെറ്റിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക, ഓരോ തീരുമാനത്തിലും മുഴുവൻ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഇതാണ് ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനം. ഇനി ഗൃഹനാഥനെ ഏത് സാഹചര്യത്തിലും അചഞ്ചലനാക്കുന്ന ആ ഗുണത്തെക്കുറിച്ച് സംസാരിക്കാം. ചാണക്യനീതി നമ്പർ 8. നാഥൻ ഒരിക്കലും തന്റെ ദൗർബല്യങ്ങൾ കുടുംബത്തിനു മുന്നിൽ പ്രകടിപ്പിക്കരുത്. ഗൃഹനാഥൻ തളർന്നു വീണാൽ ആ കുടുംബം മുഴുവൻ തകരും. അവന്റെ മുഖമാണ് ആ വീടിന്റെ മതിൽ. അവൻ ഇളകിയാൽ വിശ്വാസം തകരും. രാജാവ് തന്റെ ക്ഷീണവും ഭയവും ആശയക്കുഴപ്പവും ഒരിക്കലും പ്രജകളെ കാണിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. ഇല്ലെങ്കിൽ അത് ശത്രുവിന്റെ ജോലി എളുപ്പമാക്കും. അതുപോലെ ഗൃഹനാഥൻ ഉള്ളിൽ എത്ര തകർന്നാലും പുറമേ ശക്തനായി നിൽക്കണം. ഇതിനർത്ഥം അവൻ കള്ളം പറയണമെന്നോ സങ്കടം അനുഭവിക്കരുതെന്നോ അല്ല. മറിച്ച് തകരുമ്പോൾ അവൻ ഒറ്റയ്ക്ക് തകരുക, എന്നാൽ എഴുന്നേൽക്കുമ്പോൾ പൂർണ്ണ ശക്തിയോടെ എഴുന്നേൽക്കുക എന്നാണ്. ഇതാണ് ഒരു നാഥന്റെ ഏറ്റവും വലിയ പരീക്ഷണം. എല്ലാവരെയും താങ്ങി നിർത്താൻ സ്വയം പിടിച്ചു നിൽക്കുക. നാമിപ്പോൾ ഈ 8 നീതികളിൽ എത്തിനിൽക്കുമ്പോൾ ഒരു ചോദ്യം വീണ്ടും ഉയർന്നുവരുന്നു: ഇന്നത്തെ കാലത്ത് ഇത്രയധികം ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? ഒരാൾക്ക് ഇത്രയും ക്ഷമയും വിവേകവും ധൈര്യവും സൂക്ഷിക്കാൻ കഴിയുമോ? ഇതിന്റെ ഉത്തരം അറിയുന്നതിനു മുമ്പ് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വീട് ഏതെങ്കിലും ബാഹ്യശക്തി കൊണ്ടാണോ നശിക്കുന്നത്, അതോ നിങ്ങളുടെ തന്നെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണോ? ഒരു ഗൃഹനാഥൻ എങ്ങനെ നീതിമാനാകണമെന്നും അവൻ തന്റെ വീട്ടിലെ ഓരോ അംഗത്തോടും എങ്ങനെ പെരുമാറണമെന്നും ഇനി നിങ്ങൾക്ക് മനസ്സിലാകും. ഈ അടുത്ത നീതി നിങ്ങളെ ഉള്ളിൽ തട്ടിയുണർത്തും. എന്നാൽ ഇന്നും വളരെ കുറച്ചുപേർ മാത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്: വീട് വെറും മതിലുകൾ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ തണലായി നിന്ന് എല്ലാവരെയും സംരക്ഷിക്കുന്ന വ്യക്തിയാണ് വീട് നിർമ്മിക്കുന്നത്. ആദ്യം ഉണരുകയും അവസാനം ഉറങ്ങുകയും ചെയ്യുന്നവൻ, എല്ലാവർക്കും വേണ്ടി ത്യാഗം സഹിക്കുകയും ഏറ്റവും കുറച്ച് സംസാരിക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെയുള്ള വ്യക്തിയെയാണ് നാഥൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു നാഥനിൽ ഈ 9 ഗുണങ്ങളില്ലെങ്കിൽ അവന് കുടുംബത്തെ ഒന്നിപ്പിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അവനത് തകർത്തുകൊണ്ടേയിരിക്കും. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയത് ആദ്യത്തെ ഗുണം ദീർഘവീക്ഷണമായിരുന്നു.
രണ്ടാമത്തേത് ക്ഷമ, മൂന്നാമത്തേത് സംയമനം, നാലാമത്തേത് നീതി, അഞ്ചാമത്തേത് ത്യാഗം. ഇനി നമുക്ക് മുന്നോട്ടു പോകാം. ചാണക്യനീതി നമ്പർ 9. കാഠിന്യത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കരുണ. ഓരോ വീട്ടിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയം വരും. കുട്ടി തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ, ഏതെങ്കിലും അംഗം വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നാശത്തിലേക്ക് പോകുമ്പോൾ, ആ സമയത്ത് ഗൃഹനാഥൻ കേവലം അച്ഛനാകാതെ ഒരു രാജാവായി മാറിക്കൊണ്ട് തീരുമാനമെടുക്കണം. ചിലപ്പോൾ സ്നേഹം ശിക്ഷയുടെ രൂപത്തിൽ പ്രകടിപ്പിക്കേണ്ടി വരും. ആചാര്യ ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്നേഹം കൊണ്ട് കുറ്റവാളികളോട് ക്ഷമിക്കുന്ന രാജാവ് അധർമ്മിയാണ് എന്ന്. എപ്പോഴും പുഞ്ചിരിക്കുന്നവൻ മാത്രമല്ല ഗൃഹനാഥൻ, ചിലപ്പോൾ കർക്കശക്കാരനാകേണ്ടിയും വരും. കാരണം വീടിനു വേണ്ടത് ഒരു ദിശയാണ്, വെറും ദയയല്ല. ഹൃദയത്തെ പിളർക്കുന്നതാണെങ്കിലും കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവനാണ് യഥാർത്ഥ കുടുംബനാഥൻ. ചാണക്യനീതിയെ ഇനി ഗുണങ്ങളിലൂടെ മനസ്സിലാക്കുക. ഗുണം നമ്പർ 1. അറിവിന്റെ ഭണ്ഡാരമാകുക, അഹങ്കാരത്തിന്റെ അല്ല. ഒരു നല്ല ഗൃഹനാഥൻ കേവലം അനുഭവങ്ങളിലൂടെ മാത്രം മുന്നോട്ടു പോകുന്നില്ല. അവൻ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. കാരണം കാലം മാറുന്നു. കാലത്തിനനുസരിച്ച് സ്വയം മാറാത്തവന് മറ്റുള്ളവരെ എങ്ങനെ കൈപിടിച്ചു നടത്താനാകും? പഴയ നയങ്ങളിൽ തന്നെ കടിച്ചു തൂങ്ങുകയും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നവൻ സ്വയം മുങ്ങുകയും മറ്റുള്ളവരെ മുക്കിക്കൊല്ലുകയും ചെയ്യുമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങളിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും തന്നേക്കാൾ ചെറിയവരിൽ നിന്നും വലിയവരിൽ നിന്നും നാഥൻ പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം നാഥൻ ജ്ഞാനിയല്ലാത്ത വീട് പ്രശ്നങ്ങളുടെ ഒരു കാടായി മാറുന്നു. ഇതുവരെ നിങ്ങൾ 9 നീതികളും നിയമത്തിന്റെ ഗുണങ്ങളും കേട്ടു. ആറാമത്തേത് ഹൃദയം കാഠിന്യം ആവശ്യപ്പെടുമ്പോൾ. ഏഴാമത്തേത് അഹങ്കാരമല്ല അറിവ് ആവശ്യമായി വരുമ്പോൾ. എന്നാൽ ഇനി നിങ്ങൾ അറിയാൻ പോകുന്ന നീതി ഓരോ നാഥനും വീണ്ടും വീണ്ടും നേരിടേണ്ടി വരുന്ന ഒരു പരീക്ഷണമാണ്. നിങ്ങളുടെ വീട് യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അടുത്ത നീതി നിങ്ങളുടെ ജീവിതത്തിന്റെ കണ്ണാടിയാകാം. സ്വന്തം ആളുകൾ തന്നെ നാഥന് മുന്നിൽ എതിർത്തു നിൽക്കുമ്പോഴും അവന് വീടിനെ രക്ഷിക്കേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇനി നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ കേൾക്കുന്നത് ചാണക്യ വിവേകാണ്. ഇവിടെ വാക്കുകൾക്കിടയിലെ മൗനം പോലും സംസാരിക്കുന്നു. ഓരോ പാഠവും ജീവിതത്തെ മാറ്റിമറിക്കുന്നു. ഒരു വീടിന്റെ അടിത്തറ ഇളകാൻ തുടങ്ങുന്ന നാഥൻ തന്റെ കൺമുന്നിൽ പ്രിയപ്പെട്ടവർ ചിതറിപ്പോകുന്നത് കാണുകയും എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന നിമിഷം ഇതാണ്. കാരണം അവനിൽ ഒരു ഗുണത്തിന്റെ കുറവുണ്ടായിരുന്നു. നേതൃത്വമില്ലാതെ കുടുംബത്തിന് ദിശ കണ്ടെത്താനാവില്ലെന്ന് ചാണക്യൻ പറയുന്ന ആ ഗുണം. ഗുണം നമ്പർ 2. നിയോജകാസ് പിതാ ഭവതി. കുടുംബത്തെ നയിക്കാൻ കഴിയാത്തവന് അതിനെ പോറ്റാൻ കഴിയില്ല. ഏറ്റവും വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നവനല്ല നാഥൻ, മറിച്ച് ആദ്യം സ്വയം അച്ചടക്കം പാലിക്കുകയും മറ്റുള്ളവരെ ആ വഴിയിലൂടെ നയിക്കുകയും ചെയ്യുന്നവനാണ്. എന്നാൽ സ്നേഹത്തോടെയും ബുദ്ധിയോടെയും. ഇതാണ് നേതൃത്വം. ഒരു ഉദാഹരണം മനസ്സിലാക്കുക. രാജാ പോറസിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു. ജ്യേഷ്ഠന്മാർ ഇളയവരോട് ദേഷ്യത്തിലായിരുന്നു. കൊട്ടാരത്തിനുള്ളിൽ തന്നെ കലഹം തുടങ്ങിയിരുന്നു. ആരും ആരെയും കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ ചാണക്യന്റെ ശിഷ്യനായ ഒരു പ്രായമായ മന്ത്രി രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് നേതൃത്വം ഏറ്റെടുത്തില്ലെങ്കിൽ ഈ കുടുംബം വൈകാതെ രാജ്യത്തിന്റെ ശത്രുവായി മാറും. രാജാവ് സ്വയം ആദ്യം നിയമങ്ങൾ പാലിച്ചു. ഏറ്റവും ആദ്യം ഭക്ഷണമില്ല, ഏറ്റവും അവസാനം മാത്രം. ആദ്യം ജോലി, അവസാനം വിശ്രമം. തീരുമാനമെടുക്കുന്നതിനു മുൻപ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കേൾക്കുക. പതുക്കെ പതുക്കെ വീട് വീണ്ടും ഒന്നിച്ചു. ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട് ചെറുതോ വലുതോ ആകട്ടെ, ആരാണോ ഏറ്റവും കൂടുതൽ ക്ഷമ കാണിക്കുന്നത്, അതെ, എനിക്കും തെറ്റുപറ്റിയെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നത് അവനായിരിക്കും നയിക്കുന്നത്. നിങ്ങളാണ് നാഥനെങ്കിൽ ഈ ഗുണം ഉൾക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ പോലും കുടുംബാംഗങ്ങൾ സ്വയം ഒറ്റപ്പെട്ടവരായി കരുതും. എന്നാൽ നേതൃത്വം മാത്രം മതിയോ? ഒരു ഗൃഹനാഥന് നീതി നടപ്പാക്കാൻ അറിയില്ലെങ്കിൽ, അവനിൽ വിവേചനമുണ്ടെങ്കിൽ ആ നേതൃത്വത്തിന് എന്ത് വിലയാണുള്ളത്? ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ വീട് പതുക്കെ പതുക്കെ തകരുന്നതല്ല, അഴുകിപ്പോകുന്ന ആ മൂന്നാമത്തെ ഗുണമാണ്. ഒരു നാഥൻ നീതിമാനല്ലെങ്കിൽ അവന്റെ സ്വന്തം കുടുംബം തന്നെ അവനെ ഇല്ലാതാക്കാൻ തുടങ്ങുമെന്ന് ഇനി നിങ്ങൾക്കറിയാം. ഇതാണ് ചാണക്യന്റെ അടുത്ത നീതി നിങ്ങളെ പിടിച്ചുലയ്ക്കുന്ന അടുത്ത ഘട്ടം. ഒരു ഗൃഹനാഥൻ തന്റെ കണ്ണുകളിൽ രക്തമല്ല, ദയയുടെ ജലം നിറയ്ക്കുമ്പോൾ, അവന്റെ വാക്കുകളിൽ ഭയമല്ല, ബഹുമാനം ഒളിഞ്ഞിരിക്കുമ്പോൾ, ആ വീട് മുഴുവൻ കൽമതിലുകൾ കൊണ്ടല്ല, ആ നാഥന്റെ ചിന്തകൾ കൊണ്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഓർക്കുക, ഓരോ പുഞ്ചിരിക്ക് പിന്നിലും ഒരു ത്യാഗം ഒളിഞ്ഞിരിപ്പുണ്ട്. ഓരോ ഉത്തരവിനും മുൻപായി ഒരു ആത്മബലിയുടെ കഥയുമുണ്ട്. അതുകൊണ്ടാണ് ചാണക്യനീതി പറയുന്നത്. ഗുണം നമ്പർ 3. വീട്ടിലെ ഏറ്റവും ചെറിയ വ്യക്തിയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ഗൃഹനാഥനായ രാജാവ്. അവനാണ് യഥാർത്ഥ ഭരണാധികാരി എന്ന് വിളിക്കപ്പെടുന്നത്. ഇന്ന് ഞങ്ങൾ പറയുന്ന 4ാമത്തെ ഗുണം അത്യാവശ്യമായതിനൊപ്പം തന്നെ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഗുണം നമ്പർ 4. ആത്മനിയന്ത്രണവും കോപത്തിന്മേലുള്ള വിജയവും. ഗൃഹനാഥൻ സ്വന്തം കോപത്തിന്റെ അടിമയാണെങ്കിൽ അവൻ സ്വന്തം സാമ്രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന രാവണനായി മാറും.
സ്വന്തം മനസ്സിനെ കീഴടക്കാത്തവൻ മറ്റുള്ളവർക്ക് എന്ത് വഴി കാണിച്ചു കൊടുക്കാനാണെന്ന് ചാണക്യൻ ചോദിക്കുന്നു. പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടല്ല, മറിച്ച് ഗൃഹനാഥൻ സാഹചര്യങ്ങൾക്ക് പകരം തന്റെ കോപത്തോട് പ്രതികരിക്കുന്നതുകൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അച്ഛൻ ഒച്ചയിട്ടാൽ മകൻ ഭയപ്പെടും. ഭർത്താവ് ദേഷ്യത്തിൽ തീരുമാനമെടുത്താൽ ഭാര്യയുടെ പ്രതീക്ഷകൾ തകരും. പ്രായമായ പിതാവ് പോലും വീട്ടിൽ കിടന്ന് അലറാൻ തുടങ്ങിയാൽ കുടുംബം തകരും. അതുകൊണ്ട് മനസ്സിനെ കീഴടക്കുന്നവനാണ് യഥാർത്ഥ നേതാവെന്ന് ചാണക്യൻ പറയുന്നു. തീരുമാനങ്ങളെടുക്കുമ്പോൾ നാഥൻ ബഹളമുണ്ടാക്കാതെ ശാന്തമായി ചിന്തിക്കണം. കാരണം ഒരു തെറ്റായ വാക്ക്, ഒരു തെറ്റായ തീരുമാനം വീടിനെ മുഴുവൻ ഉലച്ചേക്കാം. ഇനി അറിയാൻ പോകുന്നത് വളരെ മൂർച്ചയുള്ളതും കൈപ്പേറിയതുമായ ഒരു കാര്യമാണ്. ഒരുപക്ഷേ ഏതൊരു നാഥനും ഇത് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിനു മുൻപ് 10 തവണ ചിന്തിക്കും. ഗുണം നമ്പർ 5: സ്വയം ഏറ്റവും ചെറിയവനായി കാണാനുള്ള മനോഭാവം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. സ്വയം ഏറ്റവും ചെറിയവനായി കാണുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയവനായി മാറുന്നതെന്ന് ചാണക്യനീതി പറയുന്നു. എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരെയും മനസ്സിലാക്കുന്ന, സ്വയം ഏറ്റവും മുകളിലല്ല, മറിച്ച് ഏറ്റവും താഴെ നിർത്തുന്നവനാണ് മഹാനായ ഗൃഹനാഥൻ. തന്റെ കുട്ടികളിൽ നിന്ന് പോലും എന്തെങ്കിലും പഠിക്കാൻ കഴിയുമെന്ന് ഒരു പിതാവ് വിശ്വസിക്കുമ്പോൾ, ഭാര്യയുടെ അഭിപ്രായത്തിലും കഴമ്പുണ്ടായിരിക്കാമെന്ന് ഒരു ഭർത്താവ് മനസ്സിലാക്കുമ്പോൾ, ഇളയവനും ശരിയാകാമെന്ന് ജ്യേഷ്ഠൻ അറിയുമ്പോൾ, അപ്പോഴാണ് കുടുംബത്തിൽ ആ വിശ്വാസം ജനിക്കുന്നത്. അത് ഭയത്താൽ മാത്രമല്ല, ബഹുമാനത്താൽ കൂടിച്ചേരുന്നതാണ്. ഇത് എളുപ്പമല്ല, കാരണം അധികാരം എപ്പോഴും ഈഗോയും കൊണ്ടാണ് വരുന്നത്. എന്നാൽ തന്റെ അധികാരത്തെ വിനയം കൊണ്ട് പുതപ്പിച്ചവൻ മാത്രമാണ് ബുദ്ധിമാൻ എന്ന് ചാണക്യൻ പറയുന്നു. എനിക്ക് ബഹുമാനമാണോ അതോ വെറും ഭയമാണോ വേണ്ടതെന്ന് നാഥൻ ഓരോ ദിവസവും തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഭയത്താൽ അനുസരിക്കുന്നവൻ ഒരു ദിവസം കലാപമുണ്ടാക്കും. എന്നാൽ സ്നേഹത്താൽ കൂടെ നിൽക്കുന്നവൻ തലമുറകളോളം കൂട്ടുനിൽക്കും. ഇനി നിങ്ങൾ അറിയാൻ പോകുന്ന 6ാമത്തെ ഗുണം ഒരു രഹസ്യമാണ്. ഗൃഹനാഥൻ ഇത് മനസ്സിലാക്കിയാൽ വീട്ടിൽ ഒരിക്കലും ഭിന്നിപ്പുണ്ടാകില്ല, ആരുടെയും വിശ്വാസം തകരുകയുമില്ല. ഏറ്റവും അത്യാവശ്യമായ, ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ആ ഗുണമറിയാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കൂടെ നിൽക്കുക. കാരണം ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് മാത്രം പറഞ്ഞുകൊടുത്ത ഇന്ന് ഒരു നല്ല വീടിനെ മഹത്തായ വീടാക്കി മാറ്റാൻ കഴിയുന്ന ആ രഹസ്യം നിങ്ങൾ ഇനി അറിയാൻ പോകുന്നു. ഇനി ഒരു നാഥനിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട 7ാമത്തെ ഗുണത്തെക്കുറിച്ച് സംസാരിക്കാം. ഗുണം നമ്പർ 7: തീരുമാനമെടുക്കാനുള്ള കഴിവ്. എല്ലാവരും നിശബ്ദരായിരിക്കുന്നിടത്ത് സംസാരിക്കാനുള്ള ധൈര്യം. നാഥന് തീരുമാനങ്ങളെടുക്കാൻ കഴിയാത്ത വീട്ടിൽ എപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകും. അവിടെ കുട്ടികൾ വലയുന്നു, സ്ത്രീകൾ സംശയത്തിൽ നിൽക്കുന്നു, വീട് മുഴുവൻ ഒരു അനാഥ കപ്പൽ പോലെ അലയുന്നു. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പണം നഷ്ടപ്പെടുന്നു, ആരെങ്കിലും ജോലി ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വിവാഹാലോചനയിൽ തടസ്സങ്ങളുണ്ടാകുന്നു. ആ സമയത്ത് എല്ലാവരുടെയും കണ്ണുകൾ നാഥന്റെ നേർക്കായിരിക്കും. എന്നാൽ ആ മനുഷ്യൻ തന്നെ മൗനമായിരിക്കുകയോ ഒഴിഞ്ഞുമാറുകയോ ഒഴിവുകഴിവുകൾ പറയുകയോ ചെയ്യുകയാണെങ്കിൽ ആ വീടിന് ഒരു ലക്ഷ്യമില്ലെന്ന് മനസ്സിലാക്കുക. വിപൽഘട്ടത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്നും ഓടിയൊളിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും നയിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു. ഗുണം നമ്പർ 8: നേതൃത്വം എന്നതിനർത്ഥം തന്നെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എന്നാണ്. എല്ലാവർക്കും ആ തീരുമാനം ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. ആ തീരുമാനം ഇന്ന് ദോഷകരമായി തോന്നിയേക്കാം. എന്നാൽ അത് ദീർഘവീക്ഷണത്തോടെ എടുത്തതാണെങ്കിൽ നാളെ അത് വീടിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കും. പലപ്പോഴും തീരുമാനമെടുക്കുക എന്നതിനർത്ഥം വേണ്ടപ്പെട്ടവരെ വിസമ്മതിക്കുക എന്നാണ്. മകനെ വിദേശത്തേക്ക് അയക്കുന്നത് തടയുക, മരുമകൾ അവളുടെ സ്വന്തം വീട്ടിലേക്ക് ഇടയ്ക്കിടെ പോകുന്നത് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിന് പണം നൽകാൻ വിസമ്മതിക്കുക. ഈ തീരുമാനങ്ങളെല്ലാം ഹൃദയം തകർക്കുന്നതാണ്. എന്നാൽ ആ തീരുമാനങ്ങൾ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുന്നതാണെങ്കിൽ അതാണ് ശരിയായ തീരുമാനങ്ങൾ. ഗൃഹനാഥന്റെ തീരുമാനം വികാരങ്ങളെക്കാൾ ഉപരി ബുദ്ധികൊണ്ട് എടുക്കേണ്ടതാണ്. ഇനിയൊരു ഉദാഹരണം കേൾക്കുക. വാരണാസിയിൽ ഒരു കുടുംബമുണ്ടായിരുന്നു. 2 ആൺമക്കളും ഒരു മകളും. മൂത്ത മകൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപം ആവശ്യപ്പെട്ടു. അച്ഛൻ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് അനുഭവപരിചയമില്ല, ഈ പണം നിന്റേതല്ല, വീടിന് മുഴുവൻ ഉള്ളതാണ്. മകന് ദേഷ്യം വന്നു. അമ്മയും പറഞ്ഞു, സ്വന്തം മകനു വേണ്ടി ഇത്രയെങ്കിലും ചെയ്തുകൂടെ? മകളും പറഞ്ഞു, ചേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ അച്ഛൻ ഉറച്ചുനിന്നു. 3 വർഷത്തിനു ശേഷം മകൻ കടക്കിണിയിലായി. അന്ന് ആരും കേൾക്കാതിരുന്ന അതേ പിതാവിന്റെ അടുത്തേക്ക് തന്നെ എല്ലാവരും മടങ്ങിയെത്തി. അദ്ദേഹം എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വികാരങ്ങളുടെ കൊടുങ്കാറ്റിലും വിവേകത്തോടെ ഉറച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ നാഥൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ പിതാവ് എല്ലാവരുടെയും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനമെടുത്തിരുന്നെങ്കിൽ വീട് മുഴുവൻ ആ കുഴിയിൽ നിന്ന് കരകയറുമായിരുന്നു. ഗൃഹനാഥന്റെ തീരുമാനത്തിന്റെ പ്രത്യാഘാതം ഇന്നിനെ മാത്രമല്ല, വരും തലമുറകളെയും ബാധിക്കുന്നതാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച ഗുണങ്ങളെല്ലാം ഒരു ചിത്രം വരച്ചു കാട്ടുന്നു. വെറുതെ സമ്പാദിക്കുക മാത്രമല്ല, എല്ലാവരെയും സംരക്ഷിക്കുകയും മൗനമായി ത്യാഗം സഹിക്കുകയും എന്നാൽ ഒരിക്കലും പരാതിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ചിത്രം. എന്നാൽ ഇനി നാം സംസാരിക്കാൻ പോകുന്ന ഗുണം ഗൃഹനാഥത്വമാണ്.
അത് ഇല്ലെങ്കിൽ ബാക്കിയെല്ലാത്തിനും അർത്ഥമില്ലാതാകും. ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് ഈ വീഡിയോയുടെ മുഴുവൻ ഏറ്റവും ആഴത്തിലുള്ളതും വൈകാരികവുമായ ഭാഗമാണ്. അതിനാൽ നിങ്ങൾ ഈ ചിന്ത ജീവിതത്തിൽ പകർത്താൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവസാനത്തെ ഗുണം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഗൃഹനാഥൻ ഉറച്ചുനിൽക്കുന്ന വീട്ടിൽ ദാരിദ്ര്യത്തിന് ഒരിക്കലും നിലനിൽക്കാനാവില്ല. അമരക്കാരൻ സമർത്ഥനായ വള്ളം കടൽ കടക്കുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. എന്നാൽ അമരക്കാരന് തന്നെ ദിശാബോധമില്ലാത്ത വള്ളം കൊടുങ്കാറ്റിന് മുൻപ് തന്നെ മുങ്ങിപ്പോകും. ഗുണം നമ്പർ 9. വീടും അതുപോലൊരു വള്ളമാണ്. അതിന്റെ അമരക്കാരൻ അഥവാ നാഥൻ ബുദ്ധിമാനും ക്ഷമയുള്ളവനും തീരുമാനങ്ങളെടുക്കാൻ പ്രാപ്തനുമാണെങ്കിൽ ആ വീട് ഏതൊരു കൊടുങ്കാറ്റിനോടും പോരാടും. എന്നാൽ നാഥൻ തന്നെ ഇളകിപ്പോയാൽ കുടുംബാംഗങ്ങൾ തകർന്നുപോകുകയും ബന്ധങ്ങൾ പതുക്കെ പതുക്കെ ചിതറുകയും ചെയ്യും. സമ്പത്ത്, അറിവ്, ശക്തി, നയം, സംയമനം, ദയ, കോപത്തിന്മേലുള്ള നിയന്ത്രണം, സമയബോധം, നിസ്വാർത്ഥമായ സ്നേഹം എന്നിങ്ങനെ ഈ 9 ഗുണങ്ങൾ ഒരു നാഥനിലുണ്ടെങ്കിൽ അവൻ കുടുംബത്തെ മുഴുവൻ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് ചാണക്യൻ പറയുന്നു. നാം ഇതുവരെ ഈ ഗുണങ്ങളുടെയെല്ലാം ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ ഇപ്പോൾ ചോദ്യമുയരുന്നു, നിങ്ങൾ സ്വയം ആ യോഗ്യതയിലേക്ക് മാറുന്നുണ്ടോ? അല്ലെങ്കിൽ നിശബ്ദനായി തന്റെ സർവസ്വവും ത്യജിച്ച് എല്ലാവർക്കും വേണ്ടി പോരാടുന്ന ആ ഗൃഹനാഥനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ത്യാഗത്തെ മനസ്സിലാക്കേണ്ട സമയമാണിത്. കണ്ണുകളിൽ ഇപ്പോൾ ആ തിളക്കമില്ലാത്ത ഒരു പ്രായമായ അച്ഛൻ, എന്നാൽ ആ ഹൃദയം ഇന്നും ചെറുപ്പമാണ്. താൻ ഇന്ന് എത്ര കുറവാണ് കഴിച്ചതെന്ന് എല്ലാ ദിവസവും ഭക്ഷണം വിളമ്പുമ്പോൾ പറയാത്ത ഒരമ്മ, മറ്റെല്ലാവരുടെയും ചിലവുകൾക്ക് ശേഷം സ്വന്തം ആവശ്യങ്ങൾ മറന്നുപോയ ഒരു ജ്യേഷ്ഠൻ, വീടിന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഒരിക്കലും പുതിയ വസ്ത്രങ്ങൾ ചോദിക്കാത്ത ഒരു സഹോദരി. ഇവരെല്ലാം ഗൃഹനാഥന്മാർ തന്നെയാണ്. അവരുടേതായ ഭാഗം ത്യജിക്കുന്നവർ, ചിലപ്പോൾ അച്ഛൻ, ചിലപ്പോൾ അമ്മ, ചിലപ്പോൾ സഹോദരൻ, ചിലപ്പോൾ സഹോദരി. ഇപ്പോൾ അവരുടെ ത്യാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ ഹൃദയത്തോട് ഒരു ചോദ്യം ചോദിക്കുക. എന്നെ എപ്പോഴും താങ്ങി നിർത്തിയ ആ വ്യക്തിയെ ഞാൻ എന്നെങ്കിലും തിരികെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഞാൻ എന്നെങ്കിലും ആ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ, അമ്മേ, ഇനി നിങ്ങൾ വിശ്രമിക്കൂ എന്ന്? നിശബ്ദനായി രാത്രികളിൽ ഉറക്കമൊഴിച്ചിരുന്ന ആ പിതാവിനെ ഞാൻ എന്നെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ഇപ്പോഴും സമയമുണ്ടെങ്കിൽ ഇന്ന് ഒരിക്കലെങ്കിലും ആ ഗൃഹനാഥനെ അഭിനന്ദിക്കുക. അവരോട് പറയുക, നിങ്ങൾക്കിനി ഒറ്റയ്ക്കല്ല, ഞാനും ഇപ്പോൾ തയ്യാറാണ്. ഇനി നിങ്ങളാണ് ഈ വീടിന്റെ പുതിയ അമരക്കാരനാകുന്നതെങ്കിൽ ആചാര്യ ചാണക്യന്റെ ഈ നീതികളെ നിങ്ങളുടെ ആയുധമാക്കുക. ഓരോ നീതിയും നിങ്ങളുടെ ശ്വാസത്തിൽ കുടിയിരുത്തുക. ഇനി ഹൃദയത്തിൽ നിന്നുള്ള അവസാനത്തെ അപേക്ഷ. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ, ഇത് നിങ്ങളുടെ ആത്മാവിനെ എവിടെയെങ്കിലും ഉണർത്തിയെങ്കിൽ ഒരു ചെറിയ സഹായം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഓരോ 2 ദിവസത്തിലും ഇതുപോലുള്ള വൈകാരികവും ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ ചാണക്യനീതികൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു ലൈക്ക്, ഒരു കമന്റ്, ഒരു ഷെയർ എന്നിവ മറ്റാരുടെയെങ്കിലും ജീവിതത്തിലേക്കും ഈ പാഠം എത്തിക്കാം. ഓർക്കുക, വെറുതെ കാണുന്നതുകൊണ്ട് ജീവിതം മാറില്ല. അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവൻ മാത്രമാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. നന്ദി.